ഈ ആസിഫ് എന്ന് പറയുന്ന ചെക്കന്റെ മാങ്ങാത്തൊലി ഫാൻസ്, ഈ ആസിഫ് എന്ന് പറയുന്ന ചെക്കന്റെ ഫാൻസ് ഈ ചെക്കൻ ട്രാൻസിനെ മോശമാക്കിയിട്ടും എന്റെ പേര് പറയുമ്പോൾ ആസിയ എന്നാണ്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് വേറെ ആരെയല്ല, ഒരു അഴുക്ക് ചെറുക്കനെ. അവരുടെ പേരെന്തോ ആസിഫ്. ഓ വാട്ടവർ, എനിക്ക് അവരെ പറ്റി അറിയത്തില്ല. പക്ഷെ ഞാൻ അവരെ പറ്റി 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ ഒരു ചെറുക്കനുണ്ടല്ലോ, ഇവൻ ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെ വുമൻസിന് ആരും റെസ്പെക്ട് ഒന്നും ചെയ്തില്ല. ഒരു അഴുക്ക് ചെറുക്കൻ, ഒരു അഹങ്കാരി ചെറുക്കൻ. ഈ ജാൻമണിനെയൊക്കെ കളിയാക്കി ഇവൻ എന്ത് യോഗ്യതയാണുള്ളത്? അവരൊക്കെ എന്തുമാത്രം വേദനയൊക്കെ സഹിച്ചിട്ട് ജാൻമണിയുടെ അവരെയൊക്കെ കളിയാക്കാൻ എന്ത് യോഗ്യതയാണ്? അവരെന്ത് വേദന സഹിച്ച് എത്ര സർജറി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അറിയാവോ? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ പോയിട്ട് ഒരു ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീയെ കളിയാക്കുന്നു. അല്ല, ഇത് കോമഡി, ഇത് ഫണ്ണായിട്ട് എടുക്കാം. കാരണം ഒരു ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീയെ കളിയാക്കുന്നതല്ലേ ഇത് ഫണ്ണ. ഐ സപ്പോർട്ട് ജാൻമണി. ആസിഫ്, who are you to കളിയാക്കാൻ ജാൻമണി? പിന്നെ ജാൻമണി ചെയ്തെന്ന് പറയുമ്പോ ഒരു പുരുഷനെ അവൾ ലോക പെണ്ണച്ചി എന്ന് പറഞ്ഞു. ലോക പെണ്ണച്ചി അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെക്ഷലൈസ് ചെയ്ത് പറയുന്നതിന് ഇപ്പൊ എന്താ പറ്റുക? അതൊരു ഫണ്ണല്ലേ? അതിനെന്തിനാ ജാൻമണിയെ കളിയാക്കുന്നത്? ആസിഫ്, you are wrong. ആസിഫ് wrong. I always support ജാൻമണി. I am a feminist. ഗൈസ്, പുറത്ത് നല്ല മഴയാണ്. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. ഉറക്കം വരാത്ത ആരെങ്കിലും ഉണ്ടോ ഈ രാത്രി? അവരെ കളിയാക്കാൻ എന്ത് യോഗ്യതയാണ് ആസിഫ് ഉള്ളത്? അവർ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്? സെൽഫ് സർവീസ്. കഴപ്പ് പിടിച്ചവർക്ക് കഴപ്പ് തീർത്ത് കൊടുക്കുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല ആസിഫ്. ഞാനൊക്കെ ആണെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് പൂവിട്ട് പൂജിക്കും ഞാൻ. അതെ അതെ, ഇങ്ങനെയുള്ളവരെ നമ്മൾ എണീറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യണം. യു ആർ സ്ലേയിങ് ബേബി ഗേൾസ്. അവന്റെ കുറെ മാങ്ങാത്തൊലി ഫാൻസ്. അവര് മാങ്ങയുടെ തൊലിയിലോട്ട് എനിക്ക് മാങ്ങ പോയിട്ട് മാങ്ങയുടെ അണ്ടി പോലുള്ള. അമ്മ, നിങ്ങൾ തെങ്ങി കയറാൻ ബാബുണ്ണനെ വിളിച്ചായിരുന്നോ? ഇല്ല മോളെ, നീ കയറിക്കോ തെങ്ങില്. അമ്മ, എന്നെ ഫെമിനിസ്റ്റ്. ഞാൻ എങ്ങനെ തെങ്ങി കയറും? പറഞ്ഞാലും മനസ്സിലാവത്തില്ല. നിങ്ങൾ മോട്ടർ ശരിയാക്കിയാ. ഞാൻ കുളിച്ചിട്ട് 2 ദിവസമായി. ഇതാര് ശരിയാക്കാനാ? ഇവിടെ എന്നൊരു ഹോമോഫോബിക്, മിസോജനസ്റ്റിക്, ഫാന്റാസ്റ്റിക്, മൈൻഡ് ബ്ലോയിങ്, ഇലാസ്റ്റിക് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഞാൻ അർഹതയുള്ളവർക്ക് ഞാൻ അതിന്റെ അംഗീകാരം ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കും ഇത്ര ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ കളിയാക്കുന്നു, ഒരു പുരുഷനെ ലോക പെണ്ണച്ചി എന്ന് പറയുന്നു. ഇതൊക്കെ നല്ല കാര്യമാണല്ലോ. അവാർഡ് കൊടുക്കണം. നിങ്ങളൊരു അവാർഡ് കൊടുക്കും. അല്ലെങ്കിൽ മൊത്തം LGBT കമ്മ്യൂണിറ്റിയിലല്ലേ ഇവിടെ ഞാൻ കളിയാക്കുന്നത്. അതിനകത്ത് നല്ല നല്ല ആൾക്കാർ ചിലപ്പോൾ മാന്യമായിട്ട് ആരെ ശല്യം ചെയ്യാതെ ജീവിക്കുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും. അവരുടെ പേര് കളയാൻ ഉണ്ടായവരെയാണ് ഞാൻ ഇവിടെ റോസ്റ്റ് ചെയ്തത്, കളിയാക്കുന്നത്. അതെനിക്ക് തെറ്റായിട്ട് തോന്നില്ല. ഇപ്പൊ ഈ താങ്കൾ പറയുന്ന ജാൻമണിയാലും ഈ ജാൻമണിയായിട്ട് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ പ്രശ്നം നിങ്ങൾക്കാണല്ലോ, തേർഡ് പേഴ്സൺ. ഓക്കെ, ഇപ്പൊ അവർ ആ ഒരു ട്രോൾ സെൻസിലാണ് പറഞ്ഞെങ്കിൽ ഞാനും തിരിച്ച് ട്രോൾ ചെയ്തതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കൊണ്ട് എനിക്കുണ്ട്. ഇതിൽ നിങ്ങളുടെ റോൾ എന്താ? ഞാൻ നിങ്ങൾക്ക് ഒരു ചിക്കൻ റോൾ തരാം. അത് കഴിച്ചുകൊണ്ട് ഇത് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ നോക്കൂ. we have 100% literacy. That's why we eat beef. നല്ല കാര്യം. എന്നാ ബീഫും കൂട്ടി 2 പൊറോട്ട ആയിട്ട് 2 പിടി സൂപ്പർ ആയിരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ പോകുന്നത്. എനിക്ക് ഒരു 10 കണ്ടന്റ് ഉണ്ടാക്കണം കേട്ടോ. ശരി എന്നാ, ബൈ.